അസ്സലാമു അലൈക്കും. ഹുസൈൻ തങ്ങളാണ്. നിങ്ങൾ ഈ കാണുന്നത് ഒരു പള്ളിന്റെ മിനിയേച്ചർ ആണ്. വേറെ എവിടെയല്ല, പള്ളിന്റെ ഉള്ളിൽ തന്നെയാണ്. പള്ളിക്ക് വേണ്ടി കോടികൾ പൊട്ടിക്കുന്ന മലേഷ്യയിലെ നാഷണൽ മസ്ജിദാണ്. ആദ്യം പോയി രണ്ടരക്കത്ത് സുന്നത്ത് സ്കരിച്ചിട്ട് പിന്നെ നടന്ന് കാണാൻ വിചാരിച്ചു. പള്ളിന്റെ ഉള്ളൊക്കെ വേറെ ലെവലാട്ടോ. എത്ര തുറന്നിട്ടാലും ചൂട് കയറാത്ത സെൻട്രലൈസ്ഡ് എ സി ഒക്കെ. പിന്നെ ഇതിന്റെ ചുമരുമത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ മാഷാ അല്ലാഹ് 1965 ഉണ്ടാക്കിയെന്ന് പറയേല. ഈ പള്ളിയിൽ കുറെ വരാന്തകളുണ്ട്, നീണ്ട. ഈ വരാന്തയിൽ കൂടെ പോയാലോ ഇവിടുത്തെ രാജാക്കന്മാരെ ഖബറൊക്കെ കാണാൻ കഴിയും. ഇതാണ് ഇവിടുത്തെ രാജാക്കന്മാരെ ഖബർ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഉള്ളത്തെ ചോദ്യമൊക്കെ ഒരേ മാതിരിയൊക്കെ. പിന്നെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, ഗവൺമെന്റിന്റെ എന്ത് സംഭവമാണെങ്കിലും, റോഡാണെങ്കിലും പള്ളിയാണെങ്കിലും എന്ത് പബ്ലിക് സംഭവമാണെങ്കിലും സ്വന്തം പെരന്റെ മുറ്റന്മാരെയെ ഗവൺമെന്റ് നോക്കുക. പള്ളിന്റെ റൂഫൊക്കെ നോക്കിയിട്ട് എന്ത് രസം കാണാനേ അറിയോ. പിന്നെ ഇവിടെ നോക്കിയാൽ ലോകത്തിൽ ബുർജ് ഖലീഫ കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ബിൽഡിംഗ് ഇവിടുന്ന് കാണാം. മെർഡേക്ക 118 എന്നാണ് ഈ ബിൽഡിങ്ങിന്റെ പേര്. ഈ മലേഷ്യക്കാര് കോമഡി ആട്ടോ, നീളം കൂടാൻ വേണ്ടി ലാസ്റ്റ് ഒരു ഈർക്കിലി കൊണ്ട് വെച്ച് നോക്കിയാൽ. പിന്നെ പള്ളിന്റെ ഉള്ളിൽ ജലധാരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം കണ്ടപ്പോ വുളു എടുക്കാനുള്ള സ്പേസ് ആണ് വിചാരിച്ചത്. അപ്പൊ ഇവിടുന്ന് വുളു എടുക്കാൻ പറ്റില്ല സാർ, അതിന് വേറെ സ്പേസ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. നോൺ മുസ്ലിംസോ ഔറത്ത് മറക്കാത്തോലോ ഇവിടെ വരികയാണെങ്കിൽ ഒരു പ്രത്യേക തരം ഡ്രസ്സ് ഇട്ടു ഇട്ടിട്ട് ഇവിടെ ഒക്കെ കാണാം. ഏഷ്യയിലെ ഏത് പള്ളികളും ആർക്കും ഫ്രീ ആയി സന്ദർശിക്കാം. ഇവിടുത്തെ ഗവൺമെന്റ് ഇതൊക്കെ ഒരു അഭിമാനമായിട്ട് കാണും. നാഷണൽ മസ്ജിദിന് ഏകദേശം 1.5 കോടി മലേഷ്യൻ റിംഗിറ്റ് ആണ്, അതായത് ഇന്ത്യൻ റുപ്പി 30 കോടിയോളം രൂപ. പക്ഷെ ഇവര് പള്ളിക്കും വേണ്ടി ഇത്ര പൈസ ചെലവാക്കണേ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ജനങ്ങൾക്കുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പ്രായമായവർക്ക് നല്ല രീതിയിൽ പെൻഷൻ കൊടുക്കുന്നുണ്ട് മുടങ്ങാതെ. പിന്നെ 3000 മലേഷ്യൻ റിംഗിറ്റിൽ താഴെ ശമ്പളമുള്ളവർക്ക്, അതായത് നാട്ടിലത്തെ 60,000 താഴെ ശമ്പളമുള്ളവർക്ക് ഗവൺമെന്റിന്റെ ഒരു ഫ്രീ ആയിട്ടൊരു തുക ഉണ്ട്. ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് പിന്നെയാണ് ഗവൺമെന്റ് ഇങ്ങനത്തെ പള്ളികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അല്ലാതെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാതെ വെറുതെ പ്രതിമ ഉണ്ടാക്കുന്ന സ്കീമല്ല. മാസലാമ.